ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 12 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ ഇടവയിൽ വരുവാനും നിങ്ങളെയൊക്കെ കാണുവാനും ദൈവം തന്ന അവസരത്തിന് ആദ്യമായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. മറ്റ് ഇടവകളിലൊക്കെ ശുശ്രൂഷ ചെയ്ത് അവിടുന്ന് യാത്രയായി പോകുമ്പോൾ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ആ ഇടവകൾ സന്ദർശിക്കുവാനായിട്ട് മുഖാന്തരങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ അമേരിക്കയിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ഒരിക്കലും ഇനി ഇവിടോട്ട് വരാനുള്ള സാധ്യത നില്ലാണെന്നുള്ള മനസ്സിലാക്കി തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഇടവയിലേക്ക് വീണ്ടും ഒരു ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ സാധിക്കുമെന്ന്. എന്നാൽ വാട്ട് ഈസ് ആക്സിഡൻ്റൽ ഇൻ ആർ സൈറ്റ് ഈസ് ഓൾവേസ് എ പർപ്പസ് ആൻഡ് പ്ലാൻ ഇൻ ഗോഡ്സ് സൈറ്റ്, ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. കഴിഞ്ഞ രാത്രി പഴയ ഗേൾസ് ബൈബിൾ സ്റ്റഡി റീയൂണിയൻ ഉണ്ടായിരുന്നു. നല്ലൊരു പങ്ക് പെൺകുട്ടികൾ ഒരുമിച്ച് ചേർന്ന് പഴയ ഓർമ്മകളൊക്കെ പങ്കുവെച്ചത് സന്തോഷത്തോടെ ഈ സമയത്ത് ഓർക്കട്ടെ. 30 വർഷം ആകുന്നു അച്ഛൻ ശുശ്രൂഷയിലായിട്ട്. ഈ വർഷം 30ാമത്തെ വർഷം. ഞങ്ങളെ സംബന്ധിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളുടെ ശുശ്രൂഷയിലെ ഏറ്റവും ചലഞ്ചിങ് ടൈമായിരുന്നു ഹ്യൂസ്റ്റണിലെ യൂത്ത് ചാപ്ലൻസി. But the most rewarding and the blessed ministry that we had in 30 years of our ministry life. We praise God for that. ഇന്നും ആ കുഞ്ഞുങ്ങളൊക്കെ നല്ല ഒരു ബന്ധം പുലർത്തുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ ഈ നല്ല നിലയിലായി കാണുവാനും അവരുടെയൊക്കെ ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി കാണുന്നത് സന്തോഷമുണ്ട്. ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ 12 വർഷം ഇവിടുന്ന് തിരിച്ചു പോയതിന് ശേഷം ഞാൻ മാസ്റ്റേഴ്സ് ഇൻ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി എടുത്തു. അതിനുശേഷം 10 വർഷമായിട്ട് ബാംഗ്ലൂരിലൊരു ഇൻ്റർനാഷണൽ സ്കൂളിൽ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഒരു ആഴ്ചത്തെ ട്രെയിനിങ്ങിന് വേണ്ടി ഫ്ലോറിഡയിൽ നോവ യൂണിവേഴ്സിറ്റി ഇൻ്റർനാഷണൽ കൗൺസിലേഴ്സ് വർക്ക്ഷോപ്പിന് വേണ്ടി വന്നതാണ്. അങ്ങനെ വന്ന സമയത്ത് ഹ്യൂസ്റ്റണിലും വരുവാനായിട്ട് ഇടയായി. ദൈവത്തിന് സ്തോത്രം. അച്ഛൻ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി. അച്ഛനെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ അച്ഛനും ബോംബെ വാല ആയതുകൊണ്ട് ജോൺ ജോർജ് അച്ഛനെ നന്നായിട്ട് അറിയാം. നൈസ് അച്ഛൻ എപ്പോഴും ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന അച്ഛനാണ്. അച്ഛനെ കാണുമ്പോൾ ആ ഒരു സ്നേഹവും ബഹുമാനവും എല്ലായ്പ്പോഴും ഉണ്ട്. ഫിലിപ്പ് അച്ഛൻ ഞങ്ങൾ ബാംഗ്ലൂരിലായിരുന്നപ്പോൾ അന്ന് തൊട്ടുള്ള പരിചയം. അതിലുപരി അച്ഛൻ്റെ പിതാവ് എൻ്റെ മാതൃകയുടെ ഭോപ്പാൽ അവിടെ ഒരു സുവിശേഷകനായിട്ട് ശുശ്രൂഷ ചെയ്ത് ഞാൻ ഓർക്കുന്നു. എന്നെ സംബന്ധിച്ച് എൻ്റെ ആത്മീയ ഗുരുക്കന്മാരിൽ ഒരാളാണ് VG ബാബു അച്ഛൻ. അച്ഛൻ്റെ സാന്നിധ്യവും കൊച്ചുമാരുടെ സാന്നിധ്യവും ഒക്കെ സന്തോഷം നൽകുന്നു. ഒരുമിച്ചുള്ള നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് ഏവൻഗേലിയോനായിട്ട് വായിച്ചത്. St. Matthew chapter 25 verses 14 to 30. അതിനകത്ത് 24 and 25 24ഉം 25ഉം ആരെങ്കിലും ഒരാൾ വായിക്കാമോ? പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടിക്കാം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ, എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ ഈ സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ആലയത്തിൽ വന്ന് ആരാധനയ്ക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവെ നീ ആയുസ്സും ആരോഗ്യവും തന്നതോർത്ത് സ്തോത്രം. കർത്താവെ, തിരിഞ്ഞു നോക്കി ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ ഇന്നുവരെയും ഞങ്ങളെ പരിപാലിച്ച, ഇന്നുവരെയും ഞങ്ങളെ നടത്തിയ നിൻ്റെ കരുണയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും നീ തന്നിരിക്കുന്ന താലന്ത്, നീ തന്നിരിക്കുന്ന വിഭവങ്ങൾ നിൻ്റെ നാമഹത്വത്തിനു വേണ്ടി ഉപയോഗിപ്പാൻ
എല്ലായ്പ്പോഴും ഞങ്ങളെ ബാധ്യസ്ഥരാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവേ. ആ ഉത്തരവാദിത്ത ബോധത്തോടെ ജീവിപ്പാനുള്ള കൃപ നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, അല്പസമയം തന്നെ വചനത്തിൻ്റെ മുൻപാകെ ഇരിക്കുമ്പോൾ വചനത്താൽ അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ. ഒരു കാര്യം കൂടെ പറയുവാനായിട്ട് വിട്ടുപോയി. I said 12 years of our past life after we left Houston, God has been faithful and great. ഞാൻ മാസ്റ്റേഴ്സ് പഠിച്ചു. അതിനുശേഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു മകൾ സ്നേഹ, ഷീ ഓൾസോ കംപ്ലീറ്റഡ് ഹർ മാസ്റ്റേഴ്സ് ഇൻ ക്ലിനിക്കൽ സൈക്കോളജി ആൻഡ് ഷീ ഈസ് വർക്കിംഗ് ആസ് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇൻ മുംബൈ. എന്നാൽ അന്ന് നിങ്ങളുടെ യൂത്ത് അച്ഛനും കൊച്ചമ്മയും ഇന്നൊരു അമ്മായിയപ്പനും അമ്മായിയമ്മയും കൂടെയാണ്. സ്നേഹയുടെ കല്യാണം കഴിഞ്ഞു. അവൾ ബോംബെയിൽ കുടുംബമായിട്ടവർ താമസിച്ച് ഇടവകയിലെ എല്ലാ കാര്യങ്ങളിലും പങ്കുചേരുന്നു. അതോടൊപ്പം തന്നെ സ്കൂളിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ടും ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛൻ്റെ എല്ലാ സ്നേഹാന്വേഷണവും എല്ലാവരെയും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യട്ടെ. ശുശ്രൂഷയിലേക്ക് കിടക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വായന ഭാഗം നമ്മൾ വായിച്ചുവല്ലോ. ഇന്നത്തെ തീം എന്ന് ചോദിച്ചാൽ സ്റ്റുവാർഡ്ഷിപ്പ് ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ കാര്യവിചാരത്വം. ഈ ജൂലൈ മാസത്തിൻ്റെ ആദ്യത്തെ 2 ആഴ്ചകളാണ് മിക്ക പട്ടക്കൊട ശുശ്രൂഷയും നമ്മൾ കാണുവാനായിട്ടിടയാകുന്നത്. സോ ദിസ് ഈസ് ഓൾസോ എ ടൈം ഓഫ് കോളിംഗ് ഓഫ് ദി ഓർഡെയിൻഡ് മിനിസ്ട്രി. വൈ ഇറ്റ് ഇസ് സോ? ബിക്കോസ് ഇറ്റ് ഈസ് ദ ടൈം ഓഫ് സ്ലീബ നോമ്പിൻ്റെ ഒരു സമയമാണ്. ഈ സമയത്താണ് മിക്ക പട്ടസ്ഥ ശുശ്രൂഷയിൽ പ്രവേശിക്കുന്ന ഓർഡിനേഷൻ സർവീസസ് നടക്കുന്നത്. മുൻപ് നമ്മുടെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്ത ടി വി ജോർജച്ചൻ്റെ മകൻ്റെ പട്ടം കൊട ശുശ്രൂഷയും അടുത്ത കാലം തന്നെ ഉണ്ടാവും. ഏതായാലും ഈ ഭാഗത്തേക്ക് വരട്ടെ. ടുഡേസ് റീഡിംഗ് ഇസ് ഫോക്കസ്ഡ് ഓൺ ഹൗ ഡു വി യൂസ് അവർ ടാലൻസ്, വെദർ ഇറ്റ് ഈസ് ഇൻ ഓർഡെയിൻഡ് മിനിസ്ട്രി ഓർ ഇൻ എ ലേ മിനിസ്ട്രി. നാം എല്ലാവരും ഈ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ചിലർ അതിനുവേണ്ടി ഓർഡെയിൻഡ് ആയിരിക്കുന്നു, മറ്റു ചിലർ ലേ മിനിസ്ട്രി നിന്നുകൊണ്ട് ഈ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടിയിരിക്കുന്നു. ഈ 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത് അല്ലെങ്കിൽ താലന്തുകളുടെ ഉപമ എന്ന് നമ്മൾ പറയുമ്പോൾ ഇതിൽ നിന്ന് ഒത്തിരി പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ട്. എനിക്കും പുതിയതായിട്ടൊന്നും പറയുവാനായിട്ടില്ല. എന്നാൽ എൻ്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട്, കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഭാഗം ചേർത്ത് വെച്ച് ചില കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ ആ 3 പോയിൻറ്റ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് 2 facts about this passage. One, in verse 14, you see a master going on a journey and entrusting his property to his servants. തൻ്റെ ഉള്ള പ്രോപ്പർട്ടി ശുശ്രൂഷക്കാരെ ഏൽപ്പിച്ച് പോകുന്ന ഒരു മാസ്റ്ററിനെ, യജമാനനെ കാണുവാനായിട്ട് സാധിക്കും. ആ കാലത്ത് സെർവൻസിന് തൻ്റേതെന്ന് പറയാനായിട്ട് ഒന്നുമില്ലായിരുന്നു. അവരുടെ കയ്യിൽ എന്തെങ്കിലും അവർ അധ്വാനിച്ച് നേടിയതാണെങ്കിൽ പോലും ദാറ്റ് ഓൾസോ ബിലോങ്ഡ് ടു ദ മാസ്റ്റർ. And we see here a master who is specifically handing over everything to his servants. ഒന്നാമതായിട്ട് മാസ്റ്ററിൻ്റെ പ്രത്യേകത, he hands over his resources to ordinary people. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? എൻ്റെ കയ്യിലുള്ളതൊന്നും തന്നെ ദൈവം തന്നിട്ടുള്ളത് അല്ലാത്തതായിട്ട് ഒന്നും ഇല്ല. I have nothing that does not belong to God. So the first fact about the master in relationship to the person who receives the resources is, ദൈവം തന്നതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും ഇല്ല. 2, you see the master coming back and asking for an account. ഒരു ദിവസം വരും, ഈ യജമാനനോട് ഞാനും നിങ്ങളും കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു അവസരം തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ 2 യാഥാർത്ഥ്യങ്ങളാണ് എൻ്റെയും നിങ്ങളുടെയും ഈ ലോകത്തിലെ ആത്മീക ജീവിതത്തെ ഭരിക്കേണ്ടത്. ഒന്ന്, ദൈവം അല്ലാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല. എന്തെങ്കിലും ഞാൻ നേടിയിട്ടുണ്ട് എന്ന് തോന്നുന്നെങ്കിലും അതും ദൈവത്തിൻ്റെ ദാനം. 2, തന്നിട്ടുള്ളതിന് എല്ലാം ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടത് ആകുന്നു എന്നുള്ള ആ ഒരു ബോധത്തോടെ ജീവിക്കുമ്പോഴാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള റിസോഴ്സസ് ഭംഗിയാവണ്ണം ചെലവഴിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നാം കാണുന്നത് 5 താലന്തുള്ളവൻ 5 കൂടെ നേടി, 2 താലന്തുള്ളവൻ 2 കൂടെ നേടി. അപ്പോൾ മനസ്സിലാക്കുന്നത് എന്നാ, ബോത്ത് ഓഫ് ദം പുട്ട് 100% of their efforts and they had 100% of outcome also. But what happened to the person who got only 1 talent? ഒരു താലന്ത് ലഭിച്ചവൻ അതിനകത്ത് 0% effort and 0% outcome. Who was at fault? Was the master? No. The fault
lied at the hands of the servant who did not choose to work on the talent that he received. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിൽ ഐ വോണ്ട് ടു ഫോക്കസ് ഓൺ ദ ട്രാജഡി ഓഫ് ദ വേസ്റ്റഡ് ഓപ്പർച്യൂണിറ്റി. ഒന്നുകൂടെ പറയട്ടെ, ദ ട്രാജഡി ഓഫ് വേസ്റ്റഡ് ഓപ്പർച്യൂണിറ്റി. നഷ്ടപ്പെട്ട അവസരങ്ങളുടെ ദുരന്തത്തെക്കുറിച്ചാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞാനും നിങ്ങളും, പ്രത്യേകിച്ച് എൻ്റെ കൗൺസിലിംഗ് പ്രൊഫഷനിൽ കാണുന്നത്, എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, സാധ്യതകളുമുണ്ട്. എന്നാൽ പലപ്പോഴും എത്തേണ്ടതായ സ്ഥാനത്ത് എത്തുവാനായിട്ട് സാധിക്കുന്നില്ല. വൈ ഇറ്റ് ഇസ് സോ? ബിക്കോസ് വി ഡോണ്ട് മേക്ക് യൂസ് ഓഫ് ദി ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ഇസ് ഗിവൻ ബിഫോർ us. And that is the reason that we waste those good times. And that is why I wanted to focus on the tragedy of the wasted opportunity. എന്താണ് അതിന് കാരണമായത്? 3 കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. ഒന്നാമതായിട്ട് 25-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നതിൻ്റെ കഠിന മനുഷ്യൻ എന്ന ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ടു, അല്ലേ? എന്താണ് അവനെ തളർത്തിയത്? ഭയം. Unrealistic fear stops us from using resources. അമിതമായ ഭയം ഇന്ന് പലരെയും കാലെടുത്ത് മുൻപോട്ട് വെക്കുവാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച താലന്തുകൾ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, ദ പാരാലിസിസ് ഓഫ് അൺറിയലിസ്റ്റിക് ഫിയർ, അമിതമായ ഭയത്തിൻ്റെ പക്ഷവാതം, അതാണ് ഈ ഒരു താലന്ത് ലഭിച്ചവന് സംഭവിച്ചത്. ഇന്ന് പല ചെറുപ്പക്കാർക്കും തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല, മുൻപോട്ട് ജോലിയിൽ പോകുവാനായിട്ട് സാധിക്കുന്നില്ല, പലർക്കും പഠനം പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? പലരും ആ ഒരു ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ, മാനസികമായ ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം അവർ തന്നെ സൃഷ്ടിച്ചെടുക്കുന്നു. ഈ മനുഷ്യൻ്റെ ഭയത്തിന് എന്തെങ്കിലും ഒരു ബേസിസ് ഉണ്ടായിരുന്നോ? ഒരു ബേസിസും ഇല്ലായിരുന്നു. അദ്ദേഹം ഒരു യജമാനനെ കുറിച്ച് ഒരു നീട്ടിയ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. നീ കഠിന മനുഷ്യൻ, അല്ലേ? യജമാനനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ അവൻ തൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചെടുത്തു. ദാറ്റ് കോസ്റ്റ് എ ബിഗർ ഫിയർ, ദാറ്റ് കോസ്റ്റ് ദ പാരാലിസിസ് ടു മൂവ് ഫോർവേഡ് ഇൻ ഹിസ് ലൈഫ്. ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്ന പല കുട്ടികളും ഇൻഡിവിജ്വൽസും ജീവിതത്തിൽ ഒരു കോഴ്സിന് ചേരുവാനായിട്ട് അവർക്ക് പേടി. Will I be able to complete, madam? Will I be able to succeed what I want to do? And that fear, they have their own imaginary stories revolving around it. It has no evidence, but they have their own imagination. And that imagination paralyzes them from moving forward in using the resources of life. It could be a relationship. It could be the job opportunities. It could be the study opportunities. Or it could be any small and big things of life that stops them from taking those decisions. എൻ്റെ അടുത്ത് വന്ന പ്രൈവറ്റ് കൗൺസിലിംഗ് സെഷന് ഒരു ചെറുപ്പക്കാരി വന്നിട്ട് പറഞ്ഞു, ഞാൻ ജോലിയുള്ള സ്ഥലത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ എനിക്കൊരു സന്തോഷമില്ല. അതുകൊണ്ട് തന്നെ ഐ ഡോണ്ട് വാണ്ട് ടു കണ്ടിന്യൂ വിത്ത് മൈ ജോബ്. പക്ഷേ ഒത്തിരി ലോൺ എടുത്തൊക്കെയാണ് പഠിച്ചതും. അതിനുശേഷം ഈ ജോലിയിൽ നിൽക്കാൻ അല്ലാത്ത വേറെ ഒരു വഴിയും ഈ കുട്ടിക്കില്ല. ആ സമയത്ത് കൗൺസിലിങ്ങിന് വന്നപ്പോൾ കുറേ കൂടെ സംസാരിച്ചപ്പോൾ മനസ്സിലായി, ഈ പെൺകുട്ടി ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ ആരോടും മിണ്ടുവാനായിട്ട് ശ്രമിക്കത്തില്ല. കാരണം എന്നാ, ഐ ഹാവ് ട്രസ്റ്റ് ഇഷ്യൂസ്. I have difficulty in trusting people. That is why I cannot talk to anybody. അങ്ങനെ വരുമ്പോൾ ഇനി അടുത്ത ജോലി എന്തെന്നുള്ളത് ഈ പെൺകുട്ടിക്ക് തന്നെ മനസ്സിലാക്കി എടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഈ കുട്ടി ചിന്തിക്കുന്നത്, nobody wants to help me. Nobody wants to have me at this place. And these are all imaginations that is created in her mind. കുറേ കൗൺസിലിംഗ് സെഷൻസ് കഴിഞ്ഞപ്പോൾ എന്നോട് തൃപ്തി അതിന് തോന്നിയില്ല. അപ്പം അന്ന് ചോദിച്ചു, മാഡം ഇതിനെക്കാട്ടി ഒരു ഉയർന്ന ലെവലിലോ ആരെങ്കിലും റെഫർ ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, യെസ്, ഐ ക്യാൻ റെഫർ യു ടു എ സൈക്യാട്രിസ്റ്റ്. And she went to a psychiatrist. But what did the psychiatrist do? The psychiatrist prescribed a medicine and also told her one more thing. Okay, you find difficulty in trusting people. You build on small steps. Tomorrow, you take a box of cookies and distribute it to your colleagues. She did the same thing. She followed the advice. അടുത്ത ദിവസം ഇവൾ ഈ ബോക്സ് ഓഫ് കുക്കീസുമായിട്ട് ജോലി സ്ഥലത്തേക്ക് ചെന്നപ്പോൾ what is the response of the people? ഇന്നലെ വരെ മിണ്ടാതിരുന്ന ആൾ ഇന്ന് ബോക്സ് ഓഫ് കുക്കീസുമായിട്ട് വരുന്ന കാണുമ്പോൾ വളരെ സന്തോഷത്തോടും ചിരിച്ചും വരുന്ന കാണുമ്പോൾ അവർ വിചാരിച്ചു ഈ പെൺകുട്ടിക്ക് വട്ടാന്ന് വിചാരിച്ചു.
she was, and everybody was like kind of taken aback. Nobody wanted to talk to her. She again felt disappointed. And after a few more days, she came back to me. Madam, that did not help. Slowly, I was able to work through her situation, and finally she was able to get over the fear and the reaction towards the other colleagues at her workplace. പറയുവാനായിട്ട് ശ്രമിച്ചത് അമിതമായ ഭയം, അൺറിയലിസ്റ്റിക് ഫിയർ, ഞാനും നിങ്ങളും എൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചെടുക്കുന്ന ഭയം എൻ്റെ വിഭവങ്ങൾ, ദൈവം തന്ന താലന്തുകൾ, ദൈവം തന്ന കഴിവുകൾ ഉപയോഗിക്കുവാൻ സാധ്യമാകാത്ത രീതിയിൽ തളർത്തിക്കളയുന്നു. രണ്ടാമത്, ഒരു താലന്ത് ലഭിച്ചവന് എന്താ സംഭവിച്ചത്? ഇതൊക്കെ നിരൂപണങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് അതുകൊണ്ട് കുഴിച്ചിട്ടു. നോ റിസ്ക് ടേക്കിംഗ് അറ്റ് ഓൾ, പ്ലേയിങ് സേഫ്. പാരാലിസിസ് ഓഫ് ഓവർ അനാലിസിസ് ലീഡ്സ് ടു പ്ലേയിങ് സേഫ്. മനസ്സിലായോ? മലയാളത്തിൽ അതെങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന വിചാരിക്കും. പാരാലിസിസ് ഓഫ് ഓവർ അനാലിസിസ് ലീഡ്സ് ദിസ് പേഴ്സൺ ടു പ്ലേ സേഫ്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് മെനി ഓഫ് അസ് ആർ ഇൻ ടു. ഒരു ചെറിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, ഒരു വീട്ടിലൊരു ഫ്രിഡ്ജ് മേടിക്കണമെങ്കിൽ അത് ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ച് അമിതമായിട്ടുള്ള ഒരു ചർച്ചയ്ക്കപ്പുറം ചർച്ച കഴിഞ്ഞാലും അവസാനം എന്ത് തീരുമാനിക്കും? അടുത്ത മീറ്റിങ്ങിൽ നമുക്ക് തീരുമാനിക്കാം. അത് പലപ്പോഴും നമ്മുടെയൊക്കെ സഭായോഗങ്ങളിൽ വരുന്ന ഒരു ദോഷം. യു ഹാവ് ടു ആനലൈസ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വീണ്ടും വിചാരം ഉണ്ടാകണം. എന്നാൽ അമിതമായ ചർച്ചകൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് എന്നെയും നിങ്ങൾ. സോ പാരാലിസിസ് ഓഫ് ഓവർ അനാലിസിസ് ലീഡ്സ് അഗൈൻ ടു no using of the talent. But what does and why this happens? Somewhere the faith factor is missing. ഈ ഓവർ അനാലിസിസ് ചെയ്ത് സംഭവിക്കുന്ന എന്നാ, we become complacent, thinking sitting in the comfort zone is better than taking any risk. ഒരു താലന്ത് ലഭിച്ചോന്ന് വിചാരിച്ചു, ഏതായാലും ഒരു താലന്തെങ്കിലും എനിക്ക് തിരിച്ചു കൊടുക്കുവാൻ പറ്റും. യജമാനൻ വരുമ്പോൾ അധികമൊന്നും കൊടുത്തില്ലെങ്കിലും തന്നത് തിരിച്ചു കൊടുക്കാം എന്നുള്ള ആഗ്രഹത്തോടെ ഇത് സൂക്ഷിച്ചുകൊണ്ട് വെച്ചു. That led to his complacency, for which he was made accountable. My dear young friends, whatever resources, whatever talents, whatever relationships, whatever responsibilities we have in our life, we cannot be complacent with that. Whether it is a family life, whether it is a parenting responsibility, we cannot take it lightly. We have to fulfill our part of the responsibility to move the relationship, to move our responsibility forward to the next level. Otherwise, most of the time, it ends in disasters. The last one. What happened? This person with one talent, ഇവിടെ വായിക്കുമ്പോൾ ആരോടും ഒരു സഹായവും ആവശ്യപ്പെട്ടില്ല. എന്തുകൊണ്ടാണ്? പലപ്പോഴും he lives in a self-denial. ഇപ്പോൾ മൂന്നാമതായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പാരാലിസിസ് ഓഫ് ഡിനയൽ ഓർ സെൽഫ് സഫിഷ്യൻസി, സ്വയപര്യാപ്തതയുടെ പക്ഷവാദം. മനസ്സിലായി കാണും. സ്വയപര്യാപ്തതയുടെ, എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. നിങ്ങൾക്ക് 5 കിട്ടിയെങ്കിൽ നിങ്ങൾ വെച്ചോ, 2 കിട്ടിയവർ നിങ്ങളും വെച്ചോ. എനിക്ക് 1 കിട്ടിയത്, എനിക്കൊന്നും ചെയ്യാൻ അറിയത്തില്ല, ഞാൻ കുഴിച്ചു വെക്കുന്നു. ഞാൻ ഒരാളോട് സഹായം, I know that I have limited resources, but I'm not ready to reach out for help from others. And that is the biggest challenge that I find in my counseling sessions these days. Young people, old people, ആരെയും കൂടുതലും കുറഞ്ഞതുമായിട്ടല്ല, young people, old people, both equally live in a self-denial. It is okay, I can handle it, I can manage, I don't need anybody's help. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്ക് ആയുസ്സിൻ്റെ അവസാനം വരെയും ഒരു ഉയർച്ചയോ മുൻപോട്ട് പോകുവാനുള്ള ശക്തിയോ ലഭിക്കാതെ പോകുന്നു. ആ സമയത്ത് വീണ്ടും സംഭവിക്കുന്നത് എന്താണ്? ലഭിച്ച വിഭവങ്ങൾ ഉപയോഗിക്കുവാൻ സാധ്യമല്ലാതെ പോകുന്നു. ഇന്ന് എൻ്റെ മിനിസ്ട്രിയിൽ ഞങ്ങളുടെ സ്കൂളിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സ്കൂൾ ഇൻ്റർനാഷണൽ സ്കൂളാണ്. ആൻഡ് വി ഹാവ് 42 nationalities. So every year, beginning of the year, I sit with my boss and they talk about the goal for next year. കഴിഞ്ഞ വർഷം ചൈൽഡ് സേഫ് ഗാർഡിങ് എന്നുള്ളതായിരുന്നു ഗോൾ. അതനുസരിച്ചാണ് ഈ വർഷം ഈ വർക്ക്ഷോപ്പിന് എന്നെ സ്കൂളിൽ നിന്ന് വിട്ടത്. For next year, he asked me, what is your goal, Reena? I said, most of the therapies I have attended, now I know what it is. But one biggest challenge that I find when I deal with youngsters, lack of purposelessness. മനസ്സിലായോ? ജീവിതത്തിൽ ഒരു
ഒരു ഉദ്ദേശം ആർക്കും കാണുന്നില്ല. വൈ ഡു ഐ നീഡ് ടു സ്റ്റഡി കെമിസ്ട്രി? Or why do I need to complete my college degree? I have enough which my parents have made. And I don't want beyond this. Life of complacency and living in a comfort zone, also lack of purposelessness. മൂന്നാമതായിട്ട് ഇവിടെ സംഭവിച്ചത് അത് തന്നെ. He was in a self-denial and he was okay with what he had, thinking that that was the best that he was doing. ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിലും പണ്ട് വന്ന ആളുകൾക്കറിയാം, ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് ആവശ്യമായിരുന്നു, മറ്റുള്ളവരുടെ പ്രാർത്ഥന ആവശ്യമായിരുന്നു, മറ്റുള്ളവരുടെ കൂട്ടായ്മ ആവശ്യമായിരുന്നു. അതാണ് എന്നെയും നിങ്ങളെയും ഓരോ സ്ഥാനത്ത് ആക്കിയത്. ഞാൻ ഇന്നലെ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഞാൻ തിരിച്ചുപോയി മാസ്റ്റേഴ്സ് ഇൻ കൗൺസിലിംഗ് എടുക്കാൻ കാരണം ഇവിടുത്തെ ഞങ്ങളുടെ യൂത്ത് മിനിസ്ട്രി. The way I interacted with you, that gave me the confidence that now I need to have a license and certificate for what I am doing unofficially. And that gave me the confidence to do my course later. ഞാനും നിങ്ങളും ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും we need to reach out to help to the right people. The biggest tragedy is, yes, we reach out to help, but may or may not be the right person. And that again ends in a tragedy. 3 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. The life of the tragedy of wasted opportunity എന്ന് തലക്കെട്ട് കൊടുത്ത് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 3 കാര്യങ്ങളാണ്. What led to the tragedy? One was unrealistic fear. Second was over-analysis led to complacency. And third was self-denial. Thank you. Third was self-denial and not reaching out to help. My dear young friends and old parents, whatever is the resources, what is our response to situations? Fanny Crosby എന്നുള്ള ഒരു പാട്ടുകാരി, she is known as Queen of American Hymns. 2 മാസമായപ്പോൾ ഡോക്ടറിൻ്റെ ശ്രദ്ധക്കുറവ് മൂലം അന്ധയായ ആ പെൺകുട്ടി ഇഷ്ടം പോലെ പഴിചാരുവാൻ കാരണങ്ങളുണ്ടായിരുന്നു അല്ലേ? ആൻഡ് ഷീ വുഡ് ഹാവ് എൻഡഡ് ഹർ ലൈഫ് ഇൻ ട്രാജഡി. ബട്ട് ഷീ റോസ് അപ്പ് ബിയോണ്ട് ഹർ സ്ട്രഗിൾ. She felt that the only thing that she had, a God-given resource, was the talent of creative writing. And she was brought up by a very good Christian, God-fearing grandmother. ആ ഇൻഫ്ലുവൻസ് കാരണം ഓരോ അനുഭവങ്ങളിലും ഈ പെൺകുട്ടി പാട്ടുകൾ എഴുതി. ആ വരികൾ മനോഹരമായ പാട്ടുകളായി മാറി. ആ വനിത എഴുതിയ അനേക പാട്ടുകൾ ഇന്നും നമ്മുടെ കുർബാനയ്ക്കൊക്കെ പാടാറുണ്ട്. ഇടവകയിലെ പല ശുശ്രൂഷകൾക്ക്, ബ്ലെസ്സഡ് അഷ്വറൻസ്, പാസ് മീ നോട്ട് എ ജെന്റിൽ സേവിയർ, ആ പാട്ടുകളൊക്കെയും ഇന്നും അനേകർക്ക് ആശ്വാസം. Only talent that she had was creative writing. She used it in relationship with her master. അവസാനം Fanny Crosby was given the title of American Queen of Hymns. When she died, on her tomb it was written, she did all that she could. തന്നാൽ ആവത് ചെയ്തു, തന്നാൽ ആവത് ചെയ്തു, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. അതോ മടിയനായ ദാസനെ എന്ന് കേൾക്കുവാനുള്ള ശബ്ദം കേൾക്കുവാനുള്ള ഒരു അവസരമാണോ എനിക്കിടയാകുന്നതെന്ന് ഈ ഒരു ആരാധനമധ്യേ നമുക്ക് ചിന്തിക്കാം. Well done, my faithful servant. Let that be the voice that we hear from our Master. May the good Lord bless us through these words.